അസ്സലാമലൈക്കും. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമുസ്തക്കൻ. ഇപ്പോൾ നോമ്പ് 2 കുറച്ച് വിശേഷങ്ങളാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ അത്താഴത്തിനൊക്കെ എണീറ്റ് കുറച്ച് തേങ്ങാപ്പാൽ എടുക്കുകയാണ് കേട്ടോ. തലേ ദിവസം ഉണ്ടാക്കിയ പത്തിരിയൊക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് കഴിക്കാനാണ്. ഇത് കുറച്ച് പഴമൊക്കെ ഒന്ന് പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളിൽ നിന്നും വിളിച്ചുണർത്തിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതാ കുട്ടികളിലൊക്കെ മെല്ലെ വിളിച്ചുണർത്തുകയൊക്കെ ചെയ്തു. അപ്പോൾ കുറച്ച് ചിക്കൻ കറിയുണ്ട്, തേങ്ങാപ്പാലും ഉണ്ട് കേട്ടോ. പിന്നെ ഇത് അവർക്ക് പാല് കാച്ചാനാണ് കേട്ടോ. കുറച്ചൊരു ബൂസ്റ്റൊക്കെ ഇട്ട് കാച്ചാനാണ്. ഇത് എനിക്കുള്ള കട്ടൻ ചായയാണ്. അപ്പോൾ നോമ്പായി പറഞ്ഞാൽ പാൽ ചായയോട് അത്ര ഇഷ്ടമൊന്നും അല്ല കേട്ടോ നമുക്ക്. അങ്ങനെ ഞങ്ങളിത് താഴെ തന്നെ ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ പത്തിരി തന്നെയാണ്. അപ്പോൾ അത്താഴത്തിന് ചോറൊന്നും വേണ്ടെന്നാണ് കേട്ടോ മക്കളൊക്കെ പറയണത്. അപ്പോൾ അല്ലെങ്കിലും അവർക്ക് അത്താഴത്തിനോട് ചോറ് വലിയ ഇഷ്ടമൊന്നുമില്ല. അതുപോലെ എന്തെങ്കിലും കടികളൊക്കെ ഉണ്ടെങ്കിൽ അത് മതി കേട്ടോ. എനിക്കും അങ്ങനെ തന്നെയാണ്. ചോറിനോട് വലിയ താല്പര്യമൊന്നുമില്ല അത്താഴത്തിന്. ഇങ്ങനെ രാത്രി വൈകുന്നേരത്ത് ഉണ്ടാക്കി എന്തെങ്കിലും കടി ഉണ്ടെങ്കിൽ അതന്നെ ഞാനും കഴിച്ചോളും. അപ്പോൾ അയാൻകുട്ടിയൊക്കെ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അതേപോലെ പുതിയ ഒരുപാട് കൂട്ടുകാരൊക്കെ എത്തിയിട്ടുണ്ട്, അവർക്കും താങ്ക്സ്. അപ്പോൾ അതേപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും വേണം. പിന്നെ അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് മറക്കാതെ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. കുട്ടികൾക്ക് കുറച്ച് ബൂസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുത്തു കേട്ടോ. അപ്പോൾ അവർക്ക് കട്ടൻ ചായ കൊടുക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ പാലൊക്കെ ഉള്ള സമയത്ത് ഇതുപോലെ കുറച്ച് ബൂസ്റ്റ് പോലെയൊക്കെ ആക്കിയെടുക്കും. അപ്പോൾ അവരും കുടിക്കാനൊക്കെ ഭയങ്കര മടിയാണ് കേട്ടോ. അത്താഴത്തിനൊക്കെ എണീറ്റ് നിർബന്ധിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ ഓരോ ഗ്ലാസ് അവരെ കൊണ്ടൊക്കെ കുടിപ്പിക്കുന്നതൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞു. പിന്നെ രാവിലെ നേരത്തെ ഉള്ള വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാത്രി അന്ന് ആ സമയം പാത്രമൊന്നും ഞാൻ കഴുകിയൊന്നും ഇല്ല കേട്ടോ. പിന്നെ ഒന്ന് ഉറങ്ങി എണീറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ പാത്രം കഴുകലും മറ്റുള്ള പണികളൊക്കെ ചെയ്യാൻ നിന്നത്. മാത്രമല്ല ഇന്ന് കുറച്ച് വൈകിട്ടാണ് എണീറ്റപ്പോൾ ഒരു 9 മണിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റ് പാടെ വെള്ളം കൊണ്ടുവരൽ മുറ്റോടിക്കലെല്ലാം കഴിഞ്ഞതും പിന്നെ പെട്ടെന്ന് പാത്രങ്ങൾ ഫുള്ള് പെറുക്കി അങ്ങോട്ട് പുറത്തിട്ട് കഴിഞ്ഞു. പിന്നെ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകിയെടുക്കണം. അപ്പോൾ അതിൻ്റെ മുൻപ് അകമൊക്കെ ഒന്ന് ഞാൻ അടിച്ചു വാരി ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ മോളെന്നാൽ എല്ലാവരും ഒന്ന് തുടച്ച് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മോളിങ്ങനെ മെല്ലെ എല്ലാം ഓരോ പണികളൊക്കെ ചെയ്യണൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ ഉറക്കം തൂങ്ങും. പിന്നെ ബുക്കൊക്കെ എടുത്ത് വല്ലതും പഠിക്കുകയെന്ന് പറഞ്ഞാൽ അപ്പോഴും പറയും ബുക്ക് എടുത്താൽ ഉറക്കം വരുന്നു. എന്നാലും പഠിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ എന്നാൽ കുറച്ചൊന്ന് എല്ലാവരും ഒന്ന് തുടച്ച് കാട്ടുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവളെന്നാൽ എല്ലാവരും ഒക്കെ ഒന്ന് തുടച്ച് തരികയാണ് കേട്ടോ. പിന്നെ അയാൻകുട്ടിക്ക് ഒരു പഴം വേണമെന്ന് പറഞ്ഞു കേട്ടോ. പഴം വേണം പറഞ്ഞപ്പോൾ ഒരു പഴം എടുത്തിട്ട് കൊടുത്തതാണ്. ആ കഴിച്ചതിൻ്റെ വേഷമാണ് കേട്ടോ അവിടെ കാണുന്നത്. അവൻ അതുപോലെ തന്നെയാണ്. നമ്മളൊന്ന് ക്ലീൻ ചെയ്തിട്ട് കഴിഞ്ഞ് പോയാൽ പിന്നെ അവൻ പിന്നാലെ അതിൻ്റെ പുറകെ വന്ന് അവിടെയൊക്കെ ശരിക്കും അങ്ങോട്ട് ക്ലീനാക്കി വെക്കണ്ട. പിന്നെ ഇതാ പാത്രം കഴുകലൊക്കെ ഫുള്ളും കഴിഞ്ഞു. അതൊക്കെ ഇങ്ങോട്ട് എടുത്ത് മാറ്റി വെച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ പത്തിരിക്ക് മാവൊക്കെ ഒന്ന് വാട്ടി കുഴച്ച് പരത്തി വെക്കണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നാളെ ഇവിടുത്തെ ഉത്സവമാണ്, കാളവേല എന്ന് പറയും. അപ്പോൾ അതിനുള്ള കാളകളൊക്കെ ഇവിടെ മുൻഭാഗത്തൊക്കെ വന്ന് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് പേരിൻ്റെ കാളവേലകളൊക്കെ ഈ ഭാഗത്തുനിന്ന് അങ്ങോട്ട് പോകും. അപ്പോൾ ഈ നമ്മുടെ വീട്ടിൻ്റെ മുൻഭാഗത്തൂടെ തന്നെയാണ് എല്ലാ സംഭവം പോണത്. അപ്പോൾ ഇവിടെ തന്നെയൊക്കെ നിന്നിട്ടാണ് കാളകൾ സെറ്റ് ചെയ്യണതും പിന്നെ അവരിൻ്റെ ഈ കൊട്ട് വാദ്യമേളമൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ വീടിൻ്റെ പടിക്ക് നിന്നിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ ഇതാ കുറച്ച് സമൂസ ഷീറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൈദ മാവൊക്കെ ഒന്ന് കുഴച്ചെടുക്കുകയാണ്. അപ്പോൾ ആകെ പണി പാളിയിട്ടാ. ആദ്യമായിട്ട് ഞാൻ ഉണ്ടാക്കി നോക്കിയതാണ്. പക്ഷെ അത് ശരിക്കൊന്നും എനിക്ക് കിട്ടിയൊന്നുമില്ല. ശരിക്കും കിട്ടിയെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കിട്ടി, കുറച്ചൊക്കെ ഒരു പണി പാളിയിട്ടാ. അപ്പോൾ ഒരു 4 എണ്ണമൊക്കെ ആയിട്ട് ഇതുപോലെ പരത്തിയെടുക്കുകയാണ്. അപ്പോൾ എൻ്റെ കൂട്ടുകാരികളുടെ അടുത്തൊക്കെ ഇതിന് മുമ്പൊക്കെ ചോദിച്ച് കുറേ നല്ലപോലെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇത് ചെയ്യാൻ നിന്നത് കേട്ടോ. അപ്പം മോള് പറഞ്ഞു ഇനി ഉമ്മ ഈ പണിക്ക് നിൽക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്നാലും കുഴപ്പമൊന്നുമില്ല, ചെറുതായിട്ടുള്ള രീതിക്കൊക്കെ അതിങ്ങോട്ട് കിട്ടി. എന്നാൽ ചില ഭാഗങ്ങളൊക്കെ ഭയങ്കര കുളമായി പോയിട്ടാ. അപ്പം ഞാനിങ്ങനെ പരത്തുമ്പോൾ അയാൻകുട്ടി ഇടയിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് എടുത്തുകൊണ്ടേ നിൽക്കണ്ട. അതാണ് ഒരു കുഞ്ഞു കയ്യിലൊക്കെ ഇടയിൽ ഇങ്ങനെ കാണുന്നത്.
ഇപ്പോൾ സമൂസ ഷീറ്റ് ഇപ്രാവശ്യം മേടിച്ചിരുന്നില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കാം, ഒരുപാട് പേര് വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്ന് പറഞ്ഞ് കുറച്ച് മൈദമാവൊക്കെ എടുത്ത് കുറച്ച് പച്ചവെള്ളം ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് നല്ലപോലെ കുഴച്ചു. പക്ഷേ ആദ്യം പരത്തിയെടുത്തത് എനിക്ക് ശരിക്കും കിട്ടിയില്ല കേട്ടോ, അത് കുറച്ച് വലുതായിപ്പോയി. പിന്നെ രണ്ടാം മറി കുറച്ച് ഞാൻ ചെറുതായിട്ടൊക്കെ പരത്തിയപ്പോൾ അത് ശരിക്കും വന്നു. അപ്പോൾ എന്താ ഫാൾട്ട് പറ്റി എന്നൊന്നും മനസ്സിലായില്ല. അപ്പോൾ ഇത് എനിക്ക് നേരെ കിട്ടിയതേ ഇല്ല കേട്ടോ. ഇങ്ങനെ എടുക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ കീറി കീറി വരികയാണ് ചെയ്തത്. അതിന് ഒന്നും കൂടി വേഗാണ്ടോ അതും അറിയില്ല കേട്ടോ. അതോ ഇനി ഒരുപാട് നൈസായി പരത്തിയിട്ടാണോ എന്നും അറിയില്ല. അപ്പോൾ ഇതെനിക്ക് ശരിക്കും സംഭവം റെഡി ആയിട്ട് വന്നില്ല. പിന്നെ അടുത്തത് ഉണ്ടാക്കിയപ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. നല്ലപോലെ നമുക്കിങ്ങനെ ഓരോന്ന് ഇതളായിട്ട് അതിന് എടുക്കാനൊക്കെ പറ്റി. അതേപോലെ തന്നെ സമൂസ ഷീറ്റ് മുറിക്കുമ്പോഴും കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതൊക്കെ പിന്നെ മോളും കൂടി ഒപ്പം നിന്ന് ഹെൽപ്പ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തത്. മൊത്തത്തിൽ എന്താ പറഞ്ഞാൽ ആകെ ചള്ള കുളമായി. സമൂസ ഉണ്ടാക്കാമെന്ന് കരുതിയിട്ട് വേറെ ഏതൊക്കെയോ ആകൃതിയിലൊക്കെ വന്നു. ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ നിങ്ങൾ കാണാട്ടോ, അതിൽ വീഡിയോയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഞാൻ ബാക്കിയൊക്കെ ഒരു റോള് പോലെ ആക്കിയിട്ടാണ് കേട്ടോ എടുത്തത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതിൻ്റെ അരികു വശം, അതായത് ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, അരികു വശം ഒരുപാട് അമർന്നു പോയി എന്നാണ് തോന്നുന്നത്. എനിക്ക് അങ്ങനെയാണ് ഡൗട്ട്. നമ്മളിങ്ങനെ എടുക്കുന്ന സമയത്ത് അവിടെയൊക്കെ ഒന്ന് നല്ല ഒട്ടലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ രണ്ടാം മറി ഉണ്ടാക്കിയത് എനിക്ക് അടിപൊളിയായിട്ട് കിട്ടി, അതും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. അത് ശരിക്കും കൊണ്ട് എനിക്ക് ആ 4 അടിപൊളിയായിട്ട് എടുക്കാനൊക്കെ പറ്റിയിട്ട്. അപ്പോൾ ആദ്യത്തെ ആകെ ഒരെണ്ണം മാത്രം ശരിക്കും കിട്ടിയുള്ളൂ. പിന്നെ ഇത് ആ മോളൊക്കെ ഒന്ന് ഇങ്ങനെ ഷീറ്റ് പോലൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അവൾ ആദ്യം കുറച്ചൊക്കെ ഒന്ന് കട്ട് ചെയ്തു, പിന്നെ ബാക്കിയുള്ളത് ഞാനും കൂടെ കട്ട് ചെയ്തു. പിന്നെ ഇതിൻ്റെ അരികു വശം മുറിഞ്ഞതൊന്നും ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടില്ല കേട്ടോ. അതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഒരു സ്നാക്സ് അതിൽ നമുക്ക് റെഡിയാക്കി എടുക്കാമെന്നൊക്കെ വെച്ചിട്ട്. പക്ഷെ നല്ല നൈസായിട്ട് കിട്ടുകയൊക്കെ ചെയ്തു കേട്ടോ. പിന്നെ അത് അടുത്തൊരു പഴം കൊണ്ടൊരു ജ്യൂസ് അടിക്കുകയാണ്. ഒരു ഏത്തപ്പഴവും കുറച്ച് ഈന്തപ്പഴം, ഒരു നേന്ത്രപ്പഴം, കുറച്ച് പാല്, പഞ്ചസാര, അതെല്ലാം കൂടി ഇട്ടിട്ട് ആദ്യം ഒന്ന് നല്ലപോലെ മിക്സിയിൽ അടിച്ചിട്ട് പിന്നെ ബാക്കി കുറച്ച് പാലും കൂടി ഒഴിച്ച് കുറച്ച് ഐസ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അവളത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ അതിൽ കുറച്ച് ബദാം മിൽക്ക് മിക്സും കൂടെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഇപ്പുറത്തെ അടുപ്പത്ത് പത്തിരിയൊക്കെ ചുട്ടെടുക്കുകയാണ്. അപ്പോൾ വലിയ കല്ലാണ് ഞാൻ വെച്ചിരിക്കുന്നത്, 4-5 ഒക്കെ ചുട്ടെടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഗ്യാസിൽ മുട്ടക്കറിയും കൂടെ ഞാൻ വെക്കുന്നുണ്ട് കേട്ടോ. അത് നമ്മൾ സാധാ മുട്ട ഉടച്ചൊഴിച്ചിട്ടുള്ള കറിയാണ്. അപ്പോൾ എൻ്റെ ഒരുപാട് റെസിപ്പിയിലൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട്. പിന്നെ തരിയൊക്കെ കാച്ചിട്ട് ഫാനിൻ്റെ ചോട്ടിൽ ആറാൻ വെച്ചു. അങ്ങനെ എല്ലാ ഐറ്റംസും ഇവിടെ ആക്കി ഞങ്ങൾ പിന്നെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയ ഐറ്റംസൊക്കെ. അതാ കണ്ടില്ലേ, പല ആകൃതിയിലും പല ഷേപ്പിലും വന്നിട്ടുണ്ട് കേട്ടോ. സമൂസ ഉണ്ടാക്കിയത് കോലമാണ്. എന്തായാലും കുഴപ്പമൊന്നുമില്ല, കഴിക്കാൻ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളി മസാലയും പിന്നെ നല്ലൊരു ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ ഞങ്ങൾ പിന്നെ മുൻഭാഗത്തൊക്കെ വന്നിങ്ങനെ കുറച്ച് നേരം ഇരിക്കാനുണ്ട്. അപ്പോൾ ഇവിടെ ഈ നാളെ വേലയ്ക്കുള്ള ഉത്സവങ്ങൾക്കുള്ള സംഭവങ്ങളൊക്കെ അവർ റെഡിയാക്കുക കേട്ടോ. നമ്മുടെ തൊട്ട് മുന്നിൽ തന്നെയാണ്. അപ്പോൾ അവൻ്റെ ചെണ്ടയ്ക്ക് ഇങ്ങനെ തീ കൊടുക്കലും പിന്നെ കാളൻ്റെ അവിടെ എന്തൊക്കെയോ അങ്ങനെ അവരൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ലൈറ്റ് വെക്കലും അങ്ങനെ പല സംഭവങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ച് നേരം അതൊക്കെ നോക്കി നിന്നു. പിന്നെ രാത്രി ആയപ്പോൾ അവിടെ ഒരേ പാട്ടും കൂത്തും ബഹളവും കൊട്ടും ഒക്കെ ആയിരുന്നു കേട്ടോ. വീട്ടിൻ്റെ മുന്നിൽ തന്നെയായിരുന്നു. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കൊണ്ട് സഹകരിച്ച എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. പിന്നെ രാത്രി ഞാൻ കുറച്ച് മുട്ടക്കറിയൊക്കെ എടുത്തിട്ട് 4 പത്തിരിയൊക്കെ കഴിക്കേണ്ട, അതെല്ലാം കഴിഞ്ഞ് കിടക്കാൻ പോണ നേരത്താണ് കേട്ടോ അതൊക്കെ കഴിക്കുന്നത്. പിന്നെ രാവിലേക്കുള്ള അത്താഴത്തിനുള്ളത് കുറച്ച് പയറുപ്പേരിക്ക് വേണ്ടി പയറൊക്കെ ഒന്ന് വാലും തലയൊക്കെ മുറിച്ച് വെക്കുന്നുണ്ട്. അതൊക്കെ പിന്നെ ഒക്കെയാണ് കേട്ടോ എനിക്ക് തോരൻ വെച്ച് തന്ന്. 2 കോഴിമുട്ടയൊക്കെ ഉടച്ചൊഴിച്ചിട്ട് നമ്മൾ ചീരയൊക്കെ ചിക്കി വറുത്തെടുക്കില്ല, അതേപോലെ അത് ഇങ്ങനെ ചിക്കി വറുത്ത് തന്നു കേട്ടോ. തേങ്ങയൊക്കെ ഒഴിച്ചിട്ട്, തേങ്ങയല്ല മുട്ടയൊക്കെ ഒഴിച്ചിട്ട്. പിന്നെ ഞാൻ ആ സമയം കൊണ്ട് കുറച്ച് രസം വെച്ചു, പിന്നെ ചോറ് വയ്ക്കും, അങ്ങനെയുള്ള പണികളൊക്കെ ഞാനും ചെയ്തിരുന്നു. ഇതൊക്കെ ഇങ്ങനെ വെറുതെ വെച്ച് വയ്ക്കുക. അത്താഴത്തിന് ഇക്കാക്ക് മാത്രമേ ചോറും ഇതൊക്കെ വേണ്ടുള്ളൂ. ഇവിടെ ഞങ്ങൾക്കൊക്കെ കടി എന്തെങ്കിലും മതി കേട്ടോ. പിന്നെ രസമായതുകൊണ്ട് ചിലപ്പോൾ ചോറും കഴിക്കും. അപ്പോൾ മക്കളൊക്കെ പിന്നെ ഇതായപ്പോൾ അവർക്ക് കുറച്ച് രസം കൂട്ടി ചോറ് കഴിക്കണം പറഞ്ഞിട്ട് അവർ ഓരോ പിടി ചോറൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കണ്ടില്ലേ, പയറിൽ മുട്ടയൊക്കെ ഒഴിച്ചിട്ട് തീർക്കാൻ്റെ ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഒക്കെ അതിങ്ങനെ തോരനൊക്കെ ഒന്ന് വെച്ച് തരുന്നുണ്ട്. അപ്പോൾ ഞാൻ രസമൊക്കെ ഉണ്ടാക്കി പിന്നെ ചോറ് വെച്ചു, പാത്രം കഴുകൽ, അങ്ങനെയുള്ള എല്ലാ പണികളും ഞാനും ഒരു ഭാഗത്ത് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സമയമൊക്കെ ഇവിടെ മുൻഭാഗത്ത് ഭയങ്കര ബഹളം ഉണ്ടാ, കൊട്ടും വാദ്യവും മേളം പറഞ്ഞ പോലെയൊക്കെയാണ് നമ്മുടെ നമ്മുടെ വീട്ടിൻ്റെ മുൻഭാഗത്ത് തന്നെയാണ് കേട്ടോ ഈ സംഭവമൊക്കെ. പയ്യാൻകുട്ടിയാണെങ്കിൽ നല്ല കളിയിലാണ് അവിടെയൊക്കെ. ഇപ്പോൾ കുറച്ച് നേരം അതൊക്കെ കണ്ട് രസിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഞങ്ങൾ. ഇപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.